ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് മാർക്ക് ഡിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്നേരം അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തായിരുന്നു. അന്നേരം പിന്നെ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരും അല്ലേ. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു വാരി എഴുതാനൊന്നും നിൽക്കരുത്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. ടു ദ പോയിന്റ് ആയിരിക്കണം. ഇപ്പോൾ ചിലപ്പോൾ 1 വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒറ്റ ഒരു സെൻറ്റൻസ് ആയിരിക്കും. ഓക്കെ, അന്നേരം അത്ര മാത്രം എഴുതുക. നിങ്ങൾ അതിനെ വലിച്ചു നീട്ടി ഒന്നും എഴുതാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ കൂടുതൽ എഴുതിയെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ആരും തരില്ല. അതിൽ ആകെപ്പാട് 1 മാർക്ക് കൊടുക്കാൻ പറ്റൂ. ആ 1 മാർക്കേ നിങ്ങൾക്ക് തരത്തുള്ളൂ. നിങ്ങൾ ഇനി അത് വലിച്ചു നീട്ടി എഴുതിയാലും ഒറ്റ പോയിന്റിൽ അത് ആൻസർ കൊടുത്താലും. ഓക്കെ, അന്നേരം ടൈം സേവ് ചെയ്യുക, മാർക്ക് കൂടുതൽ വാങ്ങുക. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അന്നേരം 1 മാർക്കിനുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ 1 പേജ് ഒന്നും എഴുതല്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആയിരിക്കും, അതായത് നിങ്ങൾ നല്ലോണം പഠിച്ചായിരിക്കും. അന്നേരം അത് എഴുതി 1 പേജ് നിറയ്ക്കാനൊന്നും നിൽക്കരുത്. ഓക്കെ, അത് മാക്സിമം ഒരു 1/2 പേജ് വരെ പോയാൽ മതി. അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു 5 സെൻറ്റൻസോ 5-6 സെൻറ്റൻസിൽ അത് നിർത്തുക 2 മാർക്കിനുള്ളത്. പിന്നെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കവിതയുടെ ആസ്വാദൻ ടിപ്പണി എഴുതാനായിട്ട് വരും. 6 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അന്നേരം നമ്മൾ എന്താ ചെയ്യുക, ഒരു കവിതയാകുമ്പോൾ നമുക്കറിയാം അതിനൊരു കവി ഉണ്ട് അല്ലേ. അന്നേരം ആദ്യം തന്നെ നമ്മൾ കവി പരിചയം കൊടുക്കുക. ആ ആളെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ പഠിച്ചു വെക്കുക. ഇതെങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ചാപ്റ്റർ, അതായത് നമ്മുടെ +1 ഏതൊക്കെ കവിതകളാണ് പഠിക്കാനുള്ളത് അതിൻ്റെ കവിനെ കുറിച്ച് നമ്മൾ ഒരു പാരഗ്രാഫ് എക്സാമിന് എഴുതാൻ പറ്റിയ രീതിയിൽ ഒരു പാരഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കാം. അന്നേരം അവിടെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നുണ്ട്. കവി പരിചയം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന എത്ര മാർക്ക്? 2 മാർക്ക്. പിന്നെ ആ തന്നിരിക്കുന്ന കവിതയുടെ സമ്മറി എഴുതുക. സമ്മറി നല്ലോണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയോ? 2 മാർക്ക് അവിടെ കിട്ടും. പിന്നെ ആ കവിതയെ കുറിച്ച് നിങ്ങളുടെ വ്യൂ പോയിന്റ്, നിങ്ങളുടെ ദൃഷ്ടികോൺ എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് അവിടെ വീണ്ടും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് 6 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, പിന്നെ വേറെ ഇതുപോലെ സഹിമിലാൻ ചോദിക്കും ചിലപ്പം. അങ്ങനെ ചോദിക്കാൻ മീൻസ് ഇപ്പം നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ ചാപ്റ്ററുകളുടെയൊക്കെ പേര് തരും, പിന്നെ റൈറ്റേഴ്സിൻ്റെ പേരും തരും. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടേക്കുമായിരിക്കും. എന്നാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ളത് എടുത്ത് എഴുതണം. അതാണ് ഈ സഹിമിലാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചോദിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു ഇത് തന്നിട്ട്, കൊട്ടേഷനിൽ തന്നിട്ട് അതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അന്നേരം അതിനെ വായിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്താ അതിൽ പറയുന്നത്. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ കൊടുക്കുക. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ സംക്ഷേപമാക്കിയിട്ട് അതിനൊരു ശീർഷകം കൊടുക്കാൻ പറയും. അതായത് തന്നിരിക്കുന്ന ആ പാരഗ്രാഫിന് നിങ്ങളത് ചുരുക്കണം. അതിനകത്ത് വേണ്ടാത്ത സെൻറ്റൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ളത് എന്താണോ, അതിൻ്റെ മെയിൻ കോണ്ടന്റ് എന്താണോ അത് മാത്രം നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതിയിട്ട് അതിന് മാച്ചായിട്ടുള്ള പറ്റിയ ഒരു ഹെഡിങ്ങും കൊടുക്കുക. ഓക്കെ, ശീർഷകം കൊടുക്കുക. അന്നേരം നിങ്ങൾ അതിൻ്റെ ആശയം എത്രമാത്രം മനസ്സിലാക്കിയെന്ന് ഇത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. പിന്നെ എത്രമാത്രം നിങ്ങൾ ചുരുക്കി അത് എഴുതുന്നതെന്ന് അവർ നോക്കും. അങ്ങനെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. പിന്നെ അതിന് പറ്റിയൊരു നല്ല ആപ്റ്റായിട്ടുള്ള ശീർഷകം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അവിടെ 6 മാർക്കാണ് ഇതിന് കിട്ടുക. പിന്നെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുച്ഛേദം എഴുതാനായിട്ട് വരും. അതായത് ഇപ്പം ജീവൻ വൃത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബോക്സിൽ ഒരാളുടെ പേര്, ഏതെങ്കിലും ഒരാളുടെ പേരും, പിന്നെ അവർ ജനിച്ചത് എപ്പോഴാണ്, ഏത് സ്ഥലത്താണ്, പിന്നെ അവരെഴുതിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കൃതികൾ, ഒക്കെ രചനകൾ ഏതാണെന്ന്, സാഹിത്യങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കും. പിന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങൾ അത് ഏതൊക്കെയാണെന്ന് പറയും. പിന്നെ മൃത്യു ആയിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനെ അതും കൊടുക്കും. അന്നേരം ഇത്രയും സംഭവം നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് തരുക. ജസ്റ്റ് നിങ്ങൾ അതിനെ സെൻറ്റൻസിലാക്കിയിട്ടൊന്ന് എഴുതിയാൽ മതി. അതിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുക? അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 അനുച്ഛേദം എഴുതുന്നതിന്. അതായത് എല്ലാ സംഭവവും നിങ്ങൾക്ക് തന്നു, ജസ്റ്റ് അതിനെ സെൻറ്റൻസ് ആക്കി എഴുതാനേ ഉള്ളൂ. ഓക്കെ, അന്നേരം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതുന്നതിന് നിങ്ങൾക്ക് 4 മാർക്ക് അവിടെ കിട്ടും.
പിന്നെ വരുന്ന ദോഹ. നിങ്ങൾക്ക് ദോഹ പഠിക്കാനില്ലേ? അന്നേരം ആ ദോഹകളെല്ലാം പഠിച്ചു വെക്കുക. എന്തായാലും ഒരു ദോഹ നിങ്ങൾക്ക് ചോദിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അന്നേരം നിങ്ങൾ അതിൻ്റെ ആശയം എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ളത് അവർക്കറിയാൻ പറ്റും നിങ്ങൾ എഴുതുന്നതിൽ. പിന്നെ അതിൻ്റെ ഭാവാർത്ഥ്, അതായത് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അങ്ങനെ അതിന് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നതാണ്. അത് ആരുടെ ദോഹയാണെന്ന് ആദ്യം മെൻഷൻ ചെയ്യാം, ആരാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ ആളെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതുക. പിന്നെ തന്നിരിക്കുന്ന ദോഹ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ വരുന്നതാണ് ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാവുന്നതാണ്. അവരുടെ വിശേഷതകൾ എഴുതേണ്ടതാണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിൻഡ് തരുന്നതാണ്. അത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിനനുസരിച്ച് എഴുതുക. പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റർ മേക്കിംഗ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് നമുക്ക് പോസ്റ്റർ മേക്കിംഗ് അല്ലേ. അന്നേരം പോസ്റ്റർ മേക്കിങ്ങിൽ തന്നിരിക്കുന്ന വിഷയം എന്താണെന്നുള്ള കാര്യം ആദ്യം വായിച്ച് മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തിനനുസരിച്ചാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, എന്നാൽ കറക്റ്റ് വിഷയം നമ്മൾ അതിൽ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ശൈലി, എങ്ങനെയാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്, അതിനെ ആകർഷകമാക്കണം, ഇതെല്ലാം നോക്കും അവർ. അതിന് 2 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ പുറത്താണോ ഈ പോസ്റ്റർ ഉണ്ടാക്കിയെന്ന് നോക്കും, അങ്ങനെ 2 മാർക്ക് കിട്ടും. ഇതെല്ലാം ചേർത്ത് 6 മാർക്കാണ് പോസ്റ്ററിന് കിട്ടുന്നത്. വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുക, തന്നിരിക്കുന്ന വിഷയം ശ്രദ്ധിക്കുക, ആ വിഷയത്തിനനുസരിച്ച് നിങ്ങൾ ഒരു പോസ്റ്റർ അങ്ങ് ഉണ്ടാക്കുക. ഈ പോസ്റ്റർ മേക്കിംഗ് ഒക്കെ ഈ ചാനലിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പോസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ബോക്സ് വരയ്ക്കാൻ മറക്കരുത്, കാരണം ബോക്സ് വരയ്ക്കുന്നതിനൊക്കെ മാർക്കുള്ളതാണ്. പിന്നെ വരുന്നത് വാർത്താലാപമാണ്, കോൺവെർസേഷൻ. അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അന്നേരം അത് നിങ്ങൾ എങ്ങനെയാണ് ഇത് വാർത്താലാപം എഴുതുന്ന ശൈലി നോക്കും. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ആൻസർ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമായിരിക്കുമല്ലോ, അവരെ 2 പേരുടെ സംസാരത്തിൻ്റെ ആ ഒരു ഇത് നോക്കും, അതിൽ 2 മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ കറക്റ്റ് രീതിയിലാണ് അതിനെ കൊണ്ടുപോകുന്നെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ കറക്റ്റ് ആണോ നോക്കും. അങ്ങനെ 2 അങ്ങനെയൊക്കെ ഇതുപോലെ നമ്മുടെ മാർക്ക് ഡിവിഷൻ പോകുന്നുണ്ട്. നോർമൽ രീതിയിലാണ് ശുരുവാത്ത് ചെയ്യുന്നെങ്കിൽ അവിടെ 1 മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ അഭിവ്യക്തി ചെയ്യുന്നത് നല്ല രീതിയാണെങ്കിൽ അതിന് 1 മാർക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ വരുന്നത്. 6 മാർക്ക് വരും. പിന്നെ വരുന്നത് ട്രാൻസ്ലേഷൻ. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് ഹിന്ദിയിലൊരു പാരഗ്രാഫ് തരും, അതിനെ ഇംഗ്ലീഷിലൊരു പാരഗ്രാഫ് തരും, അതിനെ ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അന്നേരം അതിനകത്ത് ഇപ്പോൾ ഇംഗ്ലീഷിന് ഏതെങ്കിലും കട്ടിയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ഹിന്ദിയിൽ മീനിങ് താഴെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അന്നേരം അത് നോക്കിയിട്ട്, അത് വലിയൊരു ഹെൽപ്പാണ്, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അന്നേരം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന പാരഗ്രാഫ് നല്ലോണം വായിക്കുക. നമുക്ക് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാമല്ലോ. അന്നേരം അതെങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഭാഷ ശ്രദ്ധിക്കും, നല്ല ഭാഷയായിരിക്കണം, അതായത് നല്ല ഗ്രാമറുള്ള നല്ല രീതിയിൽ എഴുതുന്നതായിരിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 6 മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ എഴുതാനുള്ള ഡയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതായത് നിങ്ങളുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമലി ഡയറി എപ്പോഴും എഴുതാറ്, ഒരു ദിവസം രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതും അല്ലേ. അതും നമ്മൾ ഓർഡർ വൈസ് ആയിരിക്കും എഴുതുക. അതായത് രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ, പിന്നെ ഉച്ചയ്ക്ക് നടന്നത്, വൈകുന്നേരം നടന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതാം. അല്ലാതെ രാവിലെ നടക്കേണ്ടതിന് പകരം നമ്മൾ വൈകുന്നേരം നടന്ന കാര്യങ്ങൾ എഴുതിയിട്ട് രാവിലെ നടന്ന കാര്യങ്ങൾ അത് ഓരോ ഓർഡറിൽ തന്നെ എഴുതണം. അതുപോലെയാണ് നിങ്ങൾ ഇവിടെ എക്സാമിനും നിങ്ങൾ ഇത് എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക് അത് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഓർഡറിൽ എഴുതുക. ആ വിഷയത്തിനനുസരിച്ച് തന്നെ എഴുതണം. അന്നേരം ഈ ഡയറിയുടെ ശൈലി നോക്കും, അതിന് 2 മാർക്ക് കിട്ടും. നിങ്ങൾ ആ വിഷയം എങ്ങനെയാണ് അതിനെ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിന് 2 മാർക്ക് കിട്ടും. കറക്റ്റ് ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഹിൻഡ് തരുമല്ലോ, അത് നല്ലോണം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് 2 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുക. പിന്നെന്താ നമ്മുടെ ക്വസ്റ്റ്യൻ വരിക, ലെറ്റർ റൈറ്റിംഗ് ചോദിക്കാറുണ്ട്, പത്ര. അതിന് ആ ഫോർമാറ്റ് രൂപരേഖ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടുന്നതാണ്. പിന്നെ തന്നിരിക്കുന്ന വിഷയത്തിനനുസരിച്ചാണെങ്കിൽ അവിടെ 2 മാർക്ക് കിട്ടും. നിങ്ങൾ എഴുതുന്ന സംഭവമൊക്കെ അതിൻ്റെ ഭാഷാശൈലി നല്ലതാണെങ്കിൽ 2 മാർക്ക് കിട്ടും. ആശയം നല്ലതായിട്ട്
ക്ലിയർ ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. അങ്ങനെ 8 മാർക്കിനാണ് ലെറ്റർ വന്നിരിക്കുന്നത് 2023 ക്വസ്റ്റ്യനിൽ. പിന്നെ വരുന്നത് എസ്സേ റൈറ്റിംഗ്, നിബന്ധ ചോദിക്കാറുണ്ട്. അന്നേരം ഈ നിബന്ധിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട്, ഹിന്റ് തന്നിട്ടുണ്ട് അല്ലേ. അന്നേരം ആ ഹിന്റ് നല്ലോണം വായിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഹിൻസിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഹിൻസിനെ വെച്ചിട്ട് അതിനെ വികസിപ്പിച്ചെടുക്കണം. അതിനെ നിബന്ധ എസ്സേ അല്ലേ എഴുതേണ്ടത്. അതിനകത്ത് ആ തന്ന പോയിന്റ്സ് നിങ്ങൾ വികസിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ എഴുതി പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ നിബന്ധിൻ്റെ ശൈലി, അതിന് 2 മാർക്കുണ്ട്. നല്ല ഭാഷ, കറക്റ്റ് ഭാഷ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ 2 മാർക്കുണ്ട്. നമ്മുടെ അഭിപ്രായം വ്യക്തമാക്കുന്നതിന് 2 മാർക്കുണ്ട്. പോയിന്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്കുണ്ട്. അങ്ങനെ 8 മാർക്കിൻ്റെ സംഭവമാണ് നമ്മുടെ നിബന്ധം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അതായത് വിജ്ഞാപനം നിങ്ങൾക്ക് 8 മാർക്കിനാണ് വരിക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജ്ഞാപനം എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ബോക്സ് ഒക്കെ വരയ്ക്കണമെന്നുള്ള. ഇതിലൊക്കെ ബോക്സ് വരയ്ക്കാൻ മറന്നു പോയല്ലേ. പോസ്റ്ററിനും വിജ്ഞാപനം നമ്മൾ ബോക്സ് വരച്ചിരിക്കണം. ഓക്കെ, അന്നേരം നമ്മുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വിജ്ഞാപനത്തിന് വേണ്ടി നമ്മളൊരു ബോക്സ് വരയ്ക്കുന്നു. അതിൽ യൂസ് ചെയ്യേണ്ട ശൈലി കറക്റ്റ് ആണെങ്കിൽ 2 പോയിന്റ്. പിന്നെ അത് ഭയങ്കര എന്താ പറയുക, ആൾക്കാരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം അല്ലേ. അന്നേരം ആ രീതിയിൽ വേണം. പടമൊക്കെ വരച്ച് പിന്നെ അതിനെ കളർ ചെയ്യുക, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് തന്നെ ഷെയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യണം. സ്കെച്ച് പെൻ നമ്മൾ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പേപ്പറിൽ മൊത്തം കുളമായിട്ട് അപ്പുറത്തെ ബാക്ക് സൈഡിലൊക്കെ ആവും. അത് കാരണം ഒന്നേ പെൻസിൽ കളർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെൻസിലും കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ശൈലി, ഭാഷാ ശൈലി എങ്ങനെയാണെന്ന് നോക്കും, അതിന് 2 മാർക്കുണ്ട്. പിന്നെ അതിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്ത് എഴുതുമല്ലോ, എന്നാൽ അതൊക്കെ അവർ നോക്കും. അങ്ങനെ അതിന് 2 മാർക്കുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് 8 മാർക്കിനാണ് അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ വേറെ ഇതുള്ള ക്വസ്റ്റ്യൻ കണ്ടതാണ് കൃഷ്ണഭക്തി. ആ ഒരു ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ലേഖ എഴുതാനായിട്ട് അത് നിങ്ങൾക്ക് ഹിന്റ് തരുന്നുണ്ട്. പിന്നെ ആദ്യകാലൻ്റെ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഹിന്റ് തരുന്നുണ്ട്. ഹിന്റ് വെച്ചിട്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ്. ആ തന്നിരിക്കുന്നതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വലുതാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയവസ്തു എന്താണോ അത് മനസ്സിലാക്കി കറക്റ്റായിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അന്നേരം ഇതൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അന്നേരം ഡയറിയുടെ ഫോർമാറ്റ്, എസ്സേ, ലെറ്റർ റൈറ്റിംഗ്, പിന്നെ വിജ്ഞാപൻ, പോസ്റ്റർ, ദോഹ, വാർത്താലാപ്, ഇതൊക്കെ നിങ്ങളൊന്ന് നല്ലോണം ശ്രദ്ധിക്കുക. കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. പിന്നെ ജീവൻ വൃത്ത്, അത് നിങ്ങൾക്ക് ആ ബോക്സിനകത്ത് ആ ഒരാളെ കുറിച്ച് അവർ ജനിച്ചതും പേരും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അവരെഴുതിയ രചനകളും പുരസ്കാരം, അവർക്ക് കിട്ടിയ പുരസ്കാരം എല്ലാം തരുന്നുണ്ട്. ജസ്റ്റ് അതിനെ സെൻറ്റൻസ് ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലോണം ശ്രദ്ധിക്കണം. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ +1 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മാർച്ച് 2023 ഒരു ബേസിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.